അന്നൊരു തുടക്കമായിരുന്നു, ഇന്ന് അതിൻ്റെ മധുര സ്മരണയും. 1985 ആദ്യ ചിരികളിൽ വിരിഞ്ഞ സൗഹൃദങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു. ഇന്ന് നമ്മോടൊപ്പം 1985 വിരിഞ്ഞ പ്രതിഭകളാണ് ഇന്ന് നമ്മോടൊപ്പം. ഇർസ അലുമിനിയം മീറ്റ് ഈ വരുന്ന ഓഗസ്റ്റ് 9 IRHS വെച്ച് നടക്കുന്നു. അവരുടെ പുസ്തകങ്ങളിൽ പതിഞ്ഞ ഓർമ്മക്കുറിപ്പുകൾ, എഴുതപ്പെടാത്ത കഥകൾ, ഒത്തിരി അനുഭവങ്ങളും അവർക്ക് നമ്മളോട് പങ്കുവെക്കാനുണ്ട്. ചോദിച്ചറിയും ഒരുപാട് വിശേഷങ്ങൾ നമുക്കുണ്ട്. അതുപോലെ തന്നെ അവരുടെ ആ ഓർമ്മകളുടെ പഴയ ആൽബത്തിൻ്റെ ഓരോ ഇതളുകളും ഓരോ താളുകളും നമുക്ക് ഒന്നിച്ച് ഇവിടെ ഇരുന്ന് തുറക്കാം. സ്വാഗതം എല്ലാവർക്കും. നമ്മുടെ ആ 4 പ്രതിഭകളെ നമുക്ക് പരിചയപ്പെടാം. എൻ്റെ അടുത്തിരിക്കുന്ന പ്രിയപ്പെട്ട 1985 സദറുദ്ദീൻ അല്ലെ, സദറുക്ക, അതുപോലെ മുഹമ്മദ് അലിക്ക, നമ്മുടെ ഏറെ പ്രശസ്തനാണ് അസ്ലം തിരൂര്, ഷാഹുൽ ഹമീദ് സാറ്. അദ്ദേഹം അധ്യാപകനായിട്ട് റിട്ടയർഡ് ചെയ്തു. നമുക്ക് ഓരോരുത്തരുടെ വിശേഷങ്ങളിലേക്കും കടക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ IRSന്റെ ഒരു പുതിയ മുഖം ഇപ്പോൾ കണ്ട് അല്ലെ, നമുക്ക് ഇവിടെ ഇരുന്ന് നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു പഴയ മുഖത്തെക്കുറിച്ച് അല്ലെങ്കിൽ IRSന്റെ തുടക്കകാലങ്ങളെ കുറിച്ച് നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ അറിയാം. സുധർക്ക് എന്താ പറയാനുള്ളത്? IRS തുടങ്ങാനുള്ള പശ്ചാത്തലം അതാണ് നമ്മൾ ആദ്യം. കാരണം അന്ന് സ്കൂൾ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് C ക്ലാസ്സിൽ ഒതുങ്ങിയ ഒരു കാലമായിരുന്നു. പ്രത്യേകിച്ച് അറബിക്ക് വിഷയം എടുത്ത കുട്ടികൾ അവർ C ക്ലാസ്സിലാണ്. അവർ പഠനത്തിൽ എവിടെ എത്തൂല. എവിടെയും പ്രത്യേകിച്ച് മുസ്ലിം കുട്ടികൾ എവിടെയും എത്താത്തൊരു കാലഘട്ടം. C ക്ലാസ്സിൽ ഒതുങ്ങുന്ന ഒരു ജീവിതമായിരുന്നു. ആ കാലഘട്ടത്തിലാണ് ഇതേപോലെ സ്ഥാപനത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പ്, രണ്ടു കൂടി സമ്മിശ്രമായിട്ടുള്ള ഒരു തുടക്കം. അൽഹംദുലില്ലാഹ് ആ ചിന്ത, നമ്മുടെ കാരണന്മാരുടെ ചിന്ത വളരെയധികം പ്രസക്തി ഉള്ളതായിരുന്നു. അത് ആ മെസ്സേജ് സംഘടനാ ചാനലിലൂടെ കൊടുക്കുകയും കേരളത്തിലുടനീളം, കൊച്ചിയിൽ നിന്ന് ഞാൻ ഓർക്കുന്നത് 13, മൂവാറ്റുപുഴ, തൃശ്ശൂർ, ഇടുക്കി, കൊല്ലം, തിരുവനന്തപുരം, നാനാ തുറകളിൽ നിന്നുള്ള ആളുകൾ എക്സാം എഴുതാൻ വരികയാണ്. അത് രാവിലെ വാപ്പ എന്നെ വിളിച്ച് പറയണം, പോകണം, ഇങ്ങനെ പോരാ, പഠിക്കണം. ഒന്നുകൂടെ വാപ്പം മരണപ്പെട്ടുള്ള പറയണേ. അപ്പോ വാപ്പാടെ ചിന്ത വളരെയധികം പ്രസക്തിയുള്ളതാണ്. അങ്ങനെ രാവിലെ തന്നെ കുളിച്ചു ഒരുങ്ങുമ്പോ ആ ശുചിത്വം പാലിക്കാത്ത ആവശ്യം ഇപ്പോഴും ഞാൻ ഓർക്കാണ്. നീ കുറെ പഠിക്കാനുണ്ട്. കുളിക്കുമ്പോ അതുണ്ടല്ലോ, വെള്ളം ശ്രദ്ധിക്കുക, ബക്കറ്റ് നജസാന്ന്, അതൊന്നും നമുക്ക് ശ്രദ്ധയില്ലല്ലോ ആ കാലഘട്ടം. ഇനിയും കുറെ പഠിക്കേണ്ടതുണ്ട് പോരാണ്. ഇവിടെ വന്ന് എക്സാം എഴുതുകയാണ്. എക്സാം എഴുതുമ്പോ അറബി അക്ഷരമാല പോലും അറിയാത്ത കുട്ടികളാണ് വന്നിട്ടുള്ളത്. ഞാനൊക്കെ അൽഹംദുലില്ലാഹ് AIM മദ്രസ പഠിച്ചുകൊണ്ട് കുറച്ചെങ്കിലും അറബി അറിയാം. ഈ കുട്ടികൾക്ക് ഒന്നും അറിയില്ല. അറബി പേപ്പറിന് ഉത്തരം എഴുതുമ്പോ ഇവര് ചുമരിൽ അന്ന് ആയത്തുകൾ എഴുതി വെച്ചിരുന്നു, അതിന്റെ അർത്ഥം അത് നോക്കി കുറിച്ചിടുകയാണ്. അപ്പൊ അറബി തീരെ അറിയാത്തവർ എടുക്കൂല എന്ന് പറഞ്ഞിരുന്നു എന്നാ പറഞ്ഞു. എങ്ങനെയായാലും ഇവരൊക്കെ തന്നെ അൽഹംദുലില്ലാഹ് എല്ലാവരും കൂടി ഞങ്ങളന്ന് എത്ര കുട്ടികളുണ്ടായിരുന്നു? സ്ട്രെങ്ത് 2 ക്ലാസ്സുകൾ, ഒരു 60 ഒരു 30 സ്കോളർ അടക്കം 2 ഞാനിരുന്നത്, ഞാൻ ചെറിയ ഒരാളായതുകൊണ്ട് ഞാൻ പെൺകുട്ടികളുടെ ക്ലാസ്സിലിരുന്നു. ഞാന് ഇവരെ ഷെരീഫ, ഞങ്ങള് പെൺകുട്ടികളുടെ ക്ലാസ്സിൽ ഞങ്ങൾ 3-4 കുട്ടികൾ, മറ്റു വലിയ കുട്ടികളൊക്കെ വേറെ. അങ്ങനെ 2 ക്ലാസ്സായിട്ട് 2 ഡിവിഷനായി. അങ്ങനെ അത് തുടങ്ങുന്നത് അൽ മദ്രസ, ഒരു മദ്രസയൊക്കെ കൊണ്ടുപോണ്. അത് മദ്രസയിലാ തുടങ്ങുന്നത്, സ്കൂളല്ല കേട്ടോ. ഒരു തുടക്കം, ഒരു പരീക്ഷണമാണ് നമ്മൾ കാരണവന്മാർ ചെയ്യുന്നത്. അത് ശരി. അത് അൽഹംദുലില്ലാഹ് വിജയിക്കാണ്. മദ്രസ കെട്ടിടം എവിടെയായിട്ടായിരുന്നു? പൂക്കാട്ടിരി അങ്ങാടിയില്. അത് ശരി. ആ സ്ഥാപനം ആകെയുള്ള 3 മാഷുമാരാ. ഒരു ഹമീദ് മാഷ് മാറാക്കര, മൂപ്പരാണ് എടുത്തിരുന്നത് സ്കൂൾ വിഷയങ്ങള്. പിന്നെ അറബിക്ക് മറ്റുള്ള വിഷയങ്ങൾ എടുത്തിരുന്നത് PT സാറ്. ഈ PT സാറ് പറഞ്ഞ ഓൾറൗണ്ടറാ. ഞങ്ങളൊപ്പം കളിക്കും, ഞങ്ങളെ പഠിപ്പിക്കും, ഞങ്ങൾ ഹെഡ് മാഷാണ്, ഞങ്ങളെ വാർഡനാണ്. സൗഹൃദത്തിന്റെ ഇടയില് വളരെയധികം ശിക്ഷണം നൽകി തന്നെയാണ് ഞങ്ങൾ പഠിപ്പിച്ചിരുന്നത്.
നമ്മുടെ IRSന്റെ ആദ്യത്തെ പ്രിൻസിപ്പാള് എല്ലാമാണ്. ഹെഡ് മാഷ് PT സാറായിരുന്നു. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ മുഴുവൻ പേരെന്താണ്? PT അബൂബക്കർ ഫാറൂഖി. ചേന്നമംഗലം സ്വദേശി. ഇപ്പൊ ഇവിടെ കൂടി താമസവും പൂക്കാട്ടിലത്തെ ഇവിടുന്ന് കല്യാണം കഴിച്ചിട്ടുള്ളത്. ബനാത്തിൽ പഠിച്ചിരുന്ന റഷീന്റെ പെങ്ങള്. അപ്പൊ ഞങ്ങള് വളരെയധികം പരിമിതികൾ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ക്ലാസ് റൂമില് പരിമിതികൾ ഉണ്ടായിരുന്നു. പിന്നെ ഹോസ്റ്റൽ സംവിധാനം എന്ന് പറഞ്ഞെങ്കിൽ മമ്മൂട്ടിയാച്ചിയുടെ പഴയ തറവാട് ഉണ്ടായിരുന്നു. അതിന് മുകളിലായിരുന്നു ഞങ്ങൾ. അതിലായിരുന്നു VP-കാരത്. ഇപ്പൊ നമ്മള് ഹോസ്റ്റലിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ ഫസ്റ്റ് ഹോസ്റ്റലൈറ്റ്സ് ആണ് നിങ്ങള് അല്ലെ? അപ്പൊ എന്തായിരുന്നു ഹോസ്റ്റലില്? തുടക്കം പറയുമ്പോ അന്ന് കറണ്ട് ഇല്ലാത്ത, ഇപ്പൊ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു അവസ്ഥയാണ്. കറണ്ട് ഇല്ലാത്ത ഒരു കാര്യം എന്നുള്ള അങ്ങനത്തെ ഒരു അന്തരീക്ഷം, അല്ലെങ്കിൽ നമ്മളെ പകലാണെങ്കിലും രാത്രിയാണെങ്കിലും ഇപ്പൊ നമ്മൾ കറണ്ട് ഇല്ലാത്തൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരുപാട് കാര്യങ്ങൾക്ക് പ്രതിബന്ധം നേരിടുന്ന ഒരു കാലമാണ്. പക്ഷെ അന്ന് കറണ്ട് ഇല്ലാത്ത, അത് നമ്മള് ആ ഒരു ശീലത്തിൽ വന്നതൊക്കെ. എങ്കിൽ പോലും രാത്രി ഹോസ്റ്റലിലൊക്കെ പെട്രോൾ മാക്സ് കത്തിച്ചിട്ട് ആണ് നമ്മളെ ഹോസ്റ്റലിൽ ഒന്നിച്ചിരുന്നത്. ഒരു ക്ലാസ്സിൽ ഒന്നിച്ചിരുന്നിട്ട് എല്ലാവരും കൂടി ഹോസ്റ്റലിലൊരു പഠിക്കാറ്. പിന്നെ അവിടുത്തെ ഭക്ഷണ കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മള് വീട് വിട്ട് അന്നൊക്കെ നിൽക്കുന്ന സമയത്ത് സത്യത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ. ഭക്ഷണം നമ്മള് വീട്ടിലാകുമ്പോഴുള്ള നമ്മളെ ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള സംഗതി ഭക്ഷണം. പക്ഷെ ഇവിടെ ആ കാര്യങ്ങളൊക്കെ കുറെ പരിമിതികൾ ഉണ്ടായിരുന്നു. പക്ഷെ എങ്കിൽ പോലും ആ ഹോസ്റ്റലിൽ എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ആ പഠനം, അതുപോലെ ആ താമസം, ആ സൗഹൃദം, വൈകുന്നേരമുള്ള കളി, അധ്യാപകരും കൂടെ ഉണ്ടാവും. അപ്പൊ അത് വലിയൊരു ട്രെയിനിങ് ആയിരുന്നു നമുക്ക്. കാരണം വീട് വിട്ട് നിൽക്കുമ്പോൾ അത്രയും ചെറുപ്പത്തിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായം എന്നൊക്കെ പറയുമ്പോൾ ഒരു 13 വയസ്സ് 14 വയസ്സിൽ തുടങ്ങിയതാണ്. അത് സത്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഏത് രംഗത്ത് പോയാലും നമുക്ക് ഏത് പ്രതിസന്ധി അതിജീവിക്കാനും അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സാഹചര്യം ഇണങ്ങാനൊക്കെ ഉള്ള ഒരു ബെസ്റ്റ് ട്രെയിനിങ് ആയിരുന്നു. പിന്നെ വീട് വിട്ട് നിൽക്കുക എന്ന് പറയുമ്പോ ഇപ്പൊ തിരൂരാണ്. ഇപ്പൊ നമുക്ക് തിരൂര് എന്ന് പറഞ്ഞാൽ ദൂരല്ല. പക്ഷെ അന്ന് വാഹനങ്ങളുടെ കുറവ്, അതുപോലെ ഫോണ് ഒന്നുമില്ലാത്തൊരു കാലഘട്ടം അല്ലേ? കമ്മ്യൂണിക്കേഷൻ. അതെ അതെ അതെ. നമ്മുടെ കത്തോലും കാർഡൊക്കെയാണ്. അപ്പൊ നമ്മൾ ആ സമയത്ത് ഈ പറഞ്ഞ പരിമിതികളൊക്കെ ഉണ്ട്. പക്ഷെ ടെലിഗ്രാം, മണി ഓർഡറുകളുടെ കാലം. അന്ന് പിന്നെ എന്താ വെച്ചാൽ അന്ന് പറയുമ്പോ നമ്മളെ സാധാരണ സ്കൂളിൽ നേരത്തെ സദർ പറഞ്ഞു തുടങ്ങിയ പോലെ തന്നെ സ്കൂൾ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അത്രയും നമ്മളൊരു ശ്രദ്ധ ഇല്ലാത്ത, അല്ലെങ്കിൽ ഒരു വഴിപാട് പോലെ നടന്നിരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിതൊരു സീരിയസ് ആയി എടുത്തിട്ട് നമ്മൾ മക്കൾ ഇങ്ങനെ പോയപ്പോൾ ഓരോന്ന് രക്ഷിതാക്കൾക്കും നമ്മുടെ ഈ ഒരു വലിയ പ്രസ്ഥാനത്തിന് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെ സംഗതി തുടങ്ങിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പോൾ അതൊക്കെ ഒരു സീരിയസ് ആയി. ഇപ്പോൾ സദർ നേരത്തെ പറഞ്ഞ പോലെ ആൽഫബറ്റ് അറിയാതെ, മലയാളം മര്യാദക്ക് അറിയാതെ ഒക്കെ വന്നിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളൊക്കെ ഒരു ആവറേജ് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ കൃത്യമായിട്ട് സ്കൂളിലൊക്കെ പോവാത്ത ആ ഒരു കാലഘട്ടത്തിലാണ് ഇവിടെ കൊണ്ട് ചേർക്കുന്നത്. അതായത് നമുക്ക് സാക്ഷരത പോലും. അതെ അതെ പറയുമ്പോ നിങ്ങളൊക്കെ സാധാ സ്കൂളിൽ പോയിട്ടുണ്ട്? അതെ, സാധാരണ സ്കൂളിൽ പോയിട്ട് 7ാം ക്ലാസ്സിൽ നിന്ന് പാസ്സായിട്ട് അങ്ങോട്ട് വരും. ഇവിടുന്ന് 7ാം ക്ലാസ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 7 മുതൽ ഇപ്പൊ നമ്മൾ 3 വർഷം നമ്മളെ പിന്നെ ഓറിയന്റൽ SLC ആയിരുന്നല്ലോ. അപ്പൊ അത് അറബിക്കിനും കൂടി നഹ്വും സർഫും വലാത്തുൽ വാലിയും അതുപോലെ ഖുർആനും ഹദീസും ഒക്കെ എല്ലാം ഉണ്ടായിരുന്നു. അത് ആ ഒരു അതിന്റെ ഒരു ഫ്യൂച്ചർ കണ്ടിട്ട് ഒന്നാണെന്ന് തോന്നുന്നില്ല. അതിപ്പോ നമുക്കിപ്പോ ഓറിയന്റൽ SLC കഴിഞ്ഞാൽ ഒരു പ്രൈമറി സ്കൂളിൽ എലിജിബിൾ ആണ് അറബിക് ടീച്ചർ ആകാനല്ലേ. ഒരു 18 വയസ്സോടെ നമുക്ക് ജോലി. അതെ അതെ. അപ്പൊ അതൊന്നും ചിന്തിച്ചില്ല. നമ്മളെ ഈ ഇതുപോലെ നമ്മളൊരു സംസ്കരണം എന്ന ഉദ്ദേശം, അതുപോലെ ദീനി വിദ്യാഭ്യാസം, അതോടുകൂടി എഡ്യൂക്കേഷൻ, ഭൗതിക വിദ്യാഭ്യാസം. അതെ, ഇബ്രാഹിം മൗലവി. അതെ, ഇബ്രാഹിം മൗലവി നമ്മുടെ മങ്കട. അപ്പൊ ഏതായാലും ആ ഹോസ്റ്റൽ ആ സമയത്ത് വന്ന് നിന്നത് കൊണ്ട് നമ്മൾ ആ തുടക്കത്തിൽ ഉണ്ടായിരുന്ന പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അത് ഏറ്റവും ആസ്വാദ്യകരമായിട്ട് അവസാനത്തെ വർഷമാകുമ്പോഴൊക്കെ, ആദ്യത്തെ വർഷം അത് എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിച്ച് ഇതോടുകൂടി ഫുൾ സ്റ്റോപ്പ് ഇടണമെന്ന് വിചാരിച്ച ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. മാത്രമല്ല ഞങ്ങൾ ആ സമയത്ത് അങ്ങനെ ഒരു പ്ലാൻ ചെയ്ത് അടുത്ത വർഷം കൊണ്ട് ഉണ്ടാവില്ല എന്നൊക്കെ തീരുമാനിച്ച കുറെ ആളുകൾ ഉണ്ടായിരുന്നു. ആദ്യത്തെ കാരണം നമ്മളൊരു കുട്ടികളല്ലേ, നമുക്ക് മനസ്സിലുള്ള അന്നത്തെ പ്രശ്നങ്ങളൊക്കെ ആ ഒരു രീതിയിൽ ചിന്തിക്കാനും കാരണമായിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ നമ്മളെ PT സാറാണ് അതിലൊരു ദിവസം തലേദിവസം രാത്രി നമ്മളെ സ്കൂളിൽ അടക്കുന്നതിന് ഹോസ്റ്റൽ അടക്കുന്ന തലേദിവസം വിളിച്ച് എല്ലാവരും വിളിച്ച് നമ്മളെ ഈ ഒരു വലിയൊരു ലക്ഷ്യം മുന്നിൽ കണ്ടിട്ടാണ് ഇത് തുടങ്ങിയിട്ടുള്ളത്. ഇത് നിങ്ങളിവിടെ ഇത് അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി ഇതിന് തിരശ്ശീല വീഴുന്നു, ശരിക്കും എന്താ പറയുക, കരഞ്ഞുകൊണ്ട് പറയുന്ന പോലെ പറഞ്ഞിട്ട്
അന്ന് ഞങ്ങൾ ആ തീരുമാനം മാറ്റി എല്ലാവരും അടുത്ത വർഷം വന്നു, ഒരാളൊഴികെ. നമ്മളെ ഇക്ബാല് തിരുവനന്തപുരത്തെ ചങ്ങനാശ്ശേരി, അവനാണ് ശരിക്കും അത് വേറെ തമാശ ഉണ്ടായില്. അവനാണ് ഞങ്ങളെ തീരുമാനം ഒറ്റ കൊടുത്ത ആള്. അവന് വന്നില്ല. അവന്റെ ഒരു പെട്ടി കുറെ വർഷം ഇവിടെ ഉണ്ടായിരുന്നില്ലേ, ഓർമ്മയില്ലേ? ഒരു തൂവൽപ്പെട്ടിയുടെ അതെ അതെ അതെ. അപ്പൊ ഏതായാലും ആ ഒരു കാലം അപ്പൊ ഞങ്ങൾ അവസാന വർഷം പോകുമ്പോഴേക്ക് സത്യം പറഞ്ഞാൽ നമ്മള് പിന്നെ ഈ ഞങ്ങളെ സുഹൃത്ത് ഷറഫുനിസ് ഇപ്പൊ ഗൾഫിൽ നിന്ന് തിരിച്ചു വരുന്നുണ്ട്. അപ്പൊ അവളൊരു എഴുത്തുണ്ടായിരുന്നു ഞങ്ങളെ ഗ്രൂപ്പില്, നമ്മളെ പിന്നെ ഹൃദയം പറിച്ച് വരുന്ന വേനന്നൊക്കെ പറഞ്ഞില്ലേ, അതുപോലത്തെ ഒരു അവസരം സത്യത്തിൽ ഇവിടുന്ന് ലോസ് ചെയ്ത് അവസാനിക്കുന്ന സമയം. അതെ അതെ. അപ്പൊ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ട് അവസാനിക്കുമ്പോ. അതെ, അത് ശരി ശരി. 23 ആളായിരുന്നു അവസാനത്തെ ബാച്ചേഴ്സിൽ ചെയ്ത്. 100% വിജയമായിരുന്നു അന്നൊക്കെ. ചരിത്രമാണ് അത്. ആ സമയത്തൊക്കെ 100%. അതെ അതെ. എപ്പോഴെങ്കിലും നിങ്ങൾ ഒരുപാട് ഉയരങ്ങൾ, പ്രത്യേകിച്ച് അസ്ലംക ഒരുപാട് മേഖലകൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഫോട്ടോഗ്രാഫി, അതുപോലെ ലോഗോ ഡിസൈനിങ്ങില് സ്കൂൾ കലോത്സവങ്ങള്, സംസ്ഥാന സ്കൂൾ കലോത്സവം വരെ എത്തി. പാട്ടെഴുത്ത്, മാപ്പിളപ്പാട്ട് രചന, കവിത, കഥ, അങ്ങനെ ഒരുപാട് മേഖലകൾ അസ്ലംക കൈകാര്യം ചെയ്യുന്നുണ്ട്. ഈ മേഖലകളൊക്കെ കൈകാര്യം ചെയ്യുമ്പോഴും എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ IRS, അതായത് ഞാൻ പഠിച്ച ആ ഒരു സ്ഥാപനം എനിക്ക് ഇതിനൊരു സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്വാധീനം ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അതായത് മറ്റൊന്നും അതിനെ കുറിച്ച് പറയാനില്ല. കാരണം എന്താ വെച്ചാല് നമ്മള് ചിലപ്പോൾ നമുക്ക് എന്താ പറയാ, ഒരു പാരമ്പര്യമായിട്ട് ചില കഴിവുകളൊക്കെ ഉണ്ടാവും. എന്റെ ഗ്രാൻഡ് ഫാദറാണ് വാഴപ്പള്ളി മുഹമ്മദ്, സംഗീത പമ്മഗരി എന്ന പ്രശസ്തമായ പാട്ട് എഴുതിയില്ല. അദ്ദേഹം അറിയപ്പെടുന്ന ഒരു കാലിഗ്രാഫർ ആയിരുന്നു, അറബി കാലിഗ്രാഫർ ആയിരുന്നു. പുന്നൂർക്കുളം അവിടെ നിന്ന് ഇങ്ങോട്ട് ഇവിടെ പ്രസ്സിലേക്ക് എഴുത്തുകാരനായിട്ട് വന്നതാണ്. അപ്പൊ ആ ഒരു പാരമ്പര്യമൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ പോലും എപ്പോഴും നമുക്ക് ആ ഒരു ഇപ്പൊ നമ്മളെ ആടുജീവിതത്തില് ബെന്യാമിൻ പറഞ്ഞ പോലെ മരുഭൂമിയിൽ വസന്തം വരുന്ന ഒരു രംഗം പറയുന്നത്, അതൊക്കെ അവിടെ അങ്ങനെ ഒളിഞ്ഞു കിടക്കുന്ന അതിന് വിത്തുകളൊക്കെ. പക്ഷെ അതിനൊരു അനുകൂലമായ സാഹചര്യം, മഴയും അന്തരീക്ഷമൊക്കെ വരുമ്പോഴേ അത് പൊട്ടിമുളക്കുള്ളൂ. അപ്പൊ അതുപോലെ ഇവിടെ വന്നത് മുതൽ സത്യത്തില് നമ്മളെ പഠനത്തെക്കാൾ കൂടുതൽ നമ്മള് ഡയറക്ടർ സെക്രട്ടറി അവർക്ക് പറഞ്ഞ കാര്യം കിട്ടണമായിരുന്നു. അതായത് അക്കാദമികമായിട്ട്, അല്ലെങ്കിൽ നമ്മളെ ഇപ്പോൾ എഞ്ചിനീയർമാർ, ഡോക്ടർമാരൊക്കെ ഉള്ളതിനേക്കാളും കൂടുതൽ കലാകാരന്മാരാണ് ശരിക്ക് നമ്മൾ IRS വാർത്തെടുക്കുന്നത്. അത് ബോധപൂർവം ആയിക്കൊള്ളുന്നില്ല, പക്ഷെ അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. അതായത് സർഗാത്മക അന്തരീക്ഷം. തീർച്ചയായിട്ടും. അതെ, നമ്മളെ പുലരിയെ കുറിച്ച് പറയുമ്പോൾ അത് നമ്മുടെ ഒരു മാഗസിൻ, ഒരു മാസിക, അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു ആനുകാലിക പ്രസിദ്ധീകരണം, അതിന്റെ ഒരു തുടക്കം എങ്ങനെയാണ്, അതിന്റെ ഒരു ഒടുക്കം എങ്ങനെയാണ്, അതിന്റെ കണ്ടന്റുകൾ എന്തൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിനെക്കുറിച്ചുള്ള ഒരു ബോധം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ബോധ്യമൊക്കെ വന്നത് ആ സമയത്താണ്. ഇവിടെ നമ്മളെ പുലരി എന്ന കയ്യെഴുത്ത് മാസിക, അത് ശരിക്ക് ഒരു മാഗസിൻ എങ്ങനെ അതൊന്ന് തയ്യാറാക്കാം, അല്ലെങ്കിൽ അതിൽ എന്തൊക്കെ കണ്ടന്റുകൾ വേണം, അതുപോലെ അതിന്റെ ഒരു ഹെഡിങ് എങ്ങനെ തയ്യാറാക്കാം, അതെങ്ങനെ എഴുതാം എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള കുറേ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ അതിൽ പഠിച്ചത്. നമുക്ക് സത്യത്തിൽ പിന്നീട് ജീവിതത്തിൽ പല സ്ഥലങ്ങളിൽ, ഇപ്പൊ നമ്മൾ പോളിയിൽ പഠിച്ചിരുന്നു ആ സമയത്ത്, അതുപോലെ സ്കൂൾ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് അവിടെ അതിനൊക്കെ ഒരു നേതൃത്വം കൊടുക്കാനുള്ള ആ ഒരു ആർജവം ഉണ്ടായത് ഇവിടുന്ന് കിട്ടിയ വിവരം കൊണ്ടാണ്. ആ ഒരു മേഖലയിൽ കിട്ടിയ ഒരു അറിവ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. തീർച്ചയായിട്ടും. പുലരി എനിക്ക് തോന്നുന്നു ഒരുപാട് വർഷങ്ങള് ഞങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്ന സമയത്തും പുലരിയാണ് കയ്യെഴുത്ത് മാസികയുടെ പേര്. അത് ശരിക്കും ആരിട്ടതായിരുന്നു ആ പേര്? അത് ഹൈസാർ ആകാനാണ് സാധ്യത. കാരണം അത് ഒരു ഓർത്തെടുക്കാൻ പറ്റില്ല അല്ലെ. അത് ഹൈസാർ പി ടി സാറൊക്കെ അത്തരം കാര്യങ്ങളിലൊക്കെ. അപ്പൊ പി ടി സാറൊക്കെ നന്നായിട്ട് സമയത്ത് എഴുതാറുണ്ടായിരുന്നു. പി ടി സാറ് ചന്ദ്രികയിൽ അന്ന് സ്ഥിരമായിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇവിടുന്ന് അമിത് തങ്ങളെ ഫോട്ടോ ഇവിടുന്നാണ് ഓർമ്മ. സ്ഥാപനത്തോട് 100% യോജിച്ചു പോകണം. ഒരു പുലരി തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അത് മുൻകൂട്ടി കണ്ട് ആണ് ഈ പേര് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഒന്നുകിൽ അസ്ലം പറഞ്ഞ മാതിരി അത് തുടങ്ങുന്നതിന്റെ മുന്നേ നിങ്ങൾക്ക് വല്ല നിർദ്ദേശങ്ങളോ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടാവും. അതുപോലെ നമ്മൾ നേരത്തെ സദർ ഓർത്തെടുത്ത പോലെ അബ്ദുൽ സാറ് തലേദിവസം ഹോസ്റ്റലിൽ നിന്ന് നമ്മളെ കൊണ്ട് കുറച്ച് ഇംഗ്ലീഷ് എടുത്തിരുന്നു. അതിന്റെ മുന്നായിട്ട് ഒരു സാഹിത്യ സമാജം എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. സാഹിത്യ സമാജം സ്ഥിരമായിട്ട് നടക്കാറുണ്ട്. ആഴ്ചയിലൊരു പിന്നെ ചന്ദ്രശാശ നടക്കുക. അന്ന് വരണം, സ്കൂളിലെങ്കിലും വരണം, എല്ലാവരും വരണം. അതുപോലെ തന്നെ
ഹോസ്റ്റലിൽ ആണെങ്കിലും എല്ലാവരും ഓരോ പരിപാടി അവതരിപ്പിക്കണം. ഈ സഭാകമ്പം എന്ന് പറഞ്ഞൊരു പ്രശ്നമല്ല, അത് ഒഴിവാക്കുന്നതിന് വേണ്ടി നിർബന്ധമായിട്ടും അവതരിപ്പിക്കണം. അതെ. അപ്പൊ അത് ആ പുലരി അതുപോലെ അതെ അതെ അത് ആ സമയത്ത് പിന്നെ അതുപോലെ തന്നെ പിന്നീട് വർഷത്തിൽ 2 തവണ ഒക്കെ ആയിട്ട് കവാടം എന്ന് പറഞ്ഞൊരു മാസിക ഒരു അഡീഷണൽ ആയിട്ടുണ്ടായിരുന്നു. കവാടം അത് പിന്നീട് നിന്ന് പോയെന്ന് തോന്നുന്നുണ്ട്. ഇപ്പൊ ഞങ്ങള് കുറച്ച് വർഷങ്ങളായി ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏതായാലും ഇത്തരം കാര്യങ്ങളിൽ ഇപ്പം കലാപരമായിട്ടാണെന്നുണ്ടെങ്കിലും കായികപരമായിട്ടാണെങ്കിലും ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ എഴുതാറുണ്ട് കുറച്ച്. ഇപ്പൊ നമ്മൾ ആ സമയത്ത് സാഹിത്യ സമാജം, അതുപോലെ വർഷത്തിലെ നമ്മുടെ സാഹിത്യ മത്സരങ്ങള്, അതില് കഥ, കവിത, ഇതിലൊക്കെ പങ്കെടുക്കാറുണ്ടായിരുന്നു. കവിത എഴുതി കഴിഞ്ഞാൽ അതിന് ഹൈസാറ് പല സമയത്തും ഭയങ്കരമായിട്ട് ചേർത്ത് പിടിച്ചില്ല. ഹൈസാറ് പ്രത്യേക പ്രകൃതമായിരുന്നു. ശരിക്കും അതൊരു മക്കളെ പോലെ. നാടകം കടുവപ്പിച്ച ഞാൻ എഴുതിയായിരുന്നു. അതായത് അത് മാത്രല്ല, ഞാൻ എന്റെ മൂത്താപ്പ നല്ല നാടകം നടന്ന സംവിധായകൻ. ഈ നാടകങ്ങൾ ധാരാളം വായിക്കാറുണ്ടായിരുന്നു, കുറെ കാണാറുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് ഇവിടെ പ്രയോഗവൽക്കരിക്കാനുള്ള ഒരു വേദി കൂടി ഉണ്ട്. എല്ലാ വർഷവും ഞാൻ എഴുതിയൊരു നാടകം, അതിന്റെ അവതരണവും ഒക്കെ ഉണ്ടാവുമായിരുന്നു. അതില് എന്താ പറയുക, ഈ സർഗാത്മകതക്ക് ശരിക്കും ഏറ്റവും കൂടുതൽ വളം കിട്ടിയൊരു കാലമായിരുന്നത്. ആ കാലം നമ്മുടെ ഭാവി ഈ പിന്നീടുള്ള ജീവിതത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിന്റെ വെളിച്ചത്തിലാണ് ഇപ്പൊ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മാഷ് പിന്നെ അധ്യാപകനായി HM-ക്കായി AMLP സ്കൂളിൽ നിന്ന് റിട്ടയർഡ് ആയി കുളമംഗലം. അതുകൂടാതെ മജിസ്ട്രേറ്റിന്റെ അസിസ്റ്റന്റ് മജിസ്ട്രേറ്റ്, കളക്ടറുടെ കോവിഡ് സമയത്ത് ഇങ്ങനെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ വഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഉത്തരവാദിത്തങ്ങളൊക്കെ വഹിക്കാനുള്ള ഒരു പ്രചോദനം ഇപ്പോൾ 1980-85 കാലഘട്ടങ്ങളിൽ നിന്ന് എത്രത്തോളം സ്വാധീനം ഇവിടുന്ന് ലഭിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് ഏതെങ്കിലും അധ്യാപകരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അത് ഞാൻ വളാഞ്ചേരി ഹൈസ്കൂളിലാണ് 7ാം ക്ലാസ് വരെ പഠിച്ചത്. അത് കഴിഞ്ഞ് എൻ്റെ മൂത്താപ്പ ജമാഅത്തിൻ്റെ മെമ്പറായിരുന്ന MP മാസ്റ്റർ, MP മുഹമ്മദ് മാസ്റ്റർ, അദ്ദേഹത്തിൻ്റെ പ്രേരണയാലാണ് ഞാൻ ഇവിടെ വന്നത്. ഇവിടെ വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അന്നത്തെ മാനേജ്മെൻറ്റ്, അധ്യാപകർ, വിദ്യാർത്ഥികൾ ഇവരൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇന്ന് കാണുന്ന തരത്തിലുള്ള ബിൽഡിങ്ങുകളോ സൗകര്യങ്ങളോ ഒന്നും അന്നില്ല. ഒരു സൗകര്യവും ഇല്ല. ഒരു മൊബൈലോ അല്ലെങ്കിൽ ലാപ്പോ അങ്ങനത്തെ അതൊരു ആധുനിക സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത ചോർന്ന് വലിക്കണ കെട്ടിടം, അങ്ങനെയുള്ള ഹോസ്റ്റലിലും ഒക്കെ ആയിരുന്നു ഇവിടുത്തെ ആളുകൾ നിന്ന്. ഞാൻ ഡേ സ്കോളറായിട്ട് പോയി വരികയായിരുന്നു. പോയി വരുമ്പോൾ അന്ന് ഇപ്പോൾ ഒരു പങ്കജ് മോട്ടോഴ്സ് പറഞ്ഞിട്ട് ഒരു എടിയൂർക്ക് പോകുന്ന ഒരു ബസ്സുണ്ട്. ഒരു ബസ്സാണ് കൊടുത്തത്. 1 2 എല്ലാവരില്ല. ഞാൻ അവിടെ ഞങ്ങളെ മദ്രസയില് അവിടെ സുന്നി മദ്രസയിൽ കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് പോരുക. അതായത് കഴിഞ്ഞ് ഇവിടെ വളാഞ്ചേരി എത്തുമ്പോൾ പലപ്പോഴും ആ ബസ് പോയിട്ടുണ്ടാവും. പിന്നെ ഞാനും അനീഫ, പിന്നെ എൻ്റെ ഒരു പെങ്ങൾ സുഹൃത്തുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ നിൽക്കുമ്പോൾ കാരണം ഈ PT സാറ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, PT സാർക്ക് വലിയ റോളുണ്ട്. ഒരു HM മാത്രമല്ല, മാനേജർ, പ്യൂണ്, വാർഡൻ, അവർ സകലകല വല്ലഭനാണ്. സ്പോർട്സിൻ്റെ ഒക്കെ വലിയ ആളായിരുന്നു. അങ്ങനെ എല്ലാ കഴിവുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം അപ്പോൾ ഇവിടുന്ന് ഈ ഹോസ്റ്റലിലേക്കൊക്കെ സാധനങ്ങൾ വാങ്ങാൻ അല്ലെങ്കിൽ സ്റ്റേഷനറി വാങ്ങാനൊക്കെ ആയിട്ട് അദ്ദേഹം ചെയ്യും അവിടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഓട്ടോ വിളിക്കും. അപ്പോൾ ഈ ഓട്ടോയിൽ ഞങ്ങളെ കൊണ്ട് കയറ്റി കൊണ്ടുവരും. പിന്നെ അപ്പം അന്ന് ഇവിടെയൊക്കെ സമയത്തിനൊക്കെ വളരെ കൃത്യമാണ്. ആ സമയം വൈകിട്ടൊന്നും വരാൻ പറ്റില്ല. വന്നാൽ നമ്മുടെ പണിഷ്മെന്റ് അടക്കമുള്ള ഒരു സമയം. പിന്നെ ഞായറാഴ്ച നമ്മളെ പിന്നെ സ്കൂൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് അന്ന് എല്ലാ പരിപാടിയും എല്ലാ പരിപാടിയും ഒഴിവാക്കും. ഒരു പരിപാടി കല്യാണമോ ഒരു സംഗതികളും കൂടാൻ പറ്റില്ല ഞായറാഴ്ച. പിന്നെ ഈ CTക്ക് വേണ്ടിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് 10 ദിവസം അത് കൊടുത്തു കഴിഞ്ഞാല് പിന്നെ ഈ ബസ് കയറിയിട്ട് നമ്മള് വഴക്കുണ്ടാക്കണം. അങ്ങനെ അത് പിന്നെ 10 ദിവസം അധ്യാപകരെ പിന്നെ വളരെ തുച്ഛമായ ശമ്പളത്തിലായിരുന്നു ഈ അധ്യാപകരോട് നിന്ന്. കാരണം ഇവിടെ ഈ സ്ഥാപനത്തിന് യാതൊരു വരുമാനവും ഇല്ല. ശരിക്കും അവരുടെ സേവനമായിരുന്നു. ആ വലിയ സേവനം തന്നെയായിരുന്നു. കാരണം ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ കിട്ടും വേണ്ടേ. പിന്നെ ഈ കൊച്ചിന്നൊക്കെ ആൾക്കാർ ഇവിടെ വന്ന് പഠിച്ചിരുന്നു. തിരൂര്, കൊച്ചി, പല സ്ഥലത്തും ദൂരന്ന്, മാളയെന്ന്, അവിടെ നിന്നൊക്കെ പിന്നെ ദൂരമുള്ള ഒരുപാട് കുട്ടികൾ അന്ന് ഇവിടെ വന്ന് പഠിച്ചിരുന്നു.
അപ്പോൾ അവരൊക്കെ ആയിട്ടുള്ള ആ സൗഹൃദ ബന്ധം എപ്പോഴും ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പൊ മാളല സാറുണ്ട്, എപ്പോഴും വിളിക്കാറുണ്ട്. അതുപോലെ എനിക്ക് കുറെ ആളുകൾ കൊച്ചിയിലുണ്ട്. പിന്നെ ഓരോരുത്തരുടെ പേരെടുത്ത് പറഞ്ഞപ്പോ ദൈർഘ്യം കൂടിച്ചിട്ട് പറയാതിരിക്കാം. അപ്പൊ നിങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാവുമല്ലോ അല്ലേ? അതെ അതെ, ഞങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ട്. ഇർസക്ക് വേണ്ടിയിട്ടുള്ള ഷബാബ് 80 സെറ്റ് ആറുണ്ട്. ഷബാബ് 80 സെറ്റ് ആറിനാണ്ട് ഒരു ഗ്രൂപ്പ് ഉണ്ട്. IRCന്റെ വേറെ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ പിന്നെ അതില് ഈ മുഹമ്മദ് സാറ് അദ്ദേഹം കക്കാട് ആയിരുന്നു. ഒരു 90 കഴിഞ്ഞിട്ട് അദ്ദേഹം മരിച്ചിരിക്കണത്. അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിൽ ഇന്ത്യ എക്സ്പ്രസ് പത്രം ഉണ്ടാവും. ക്ലീൻ ഷേവ് ആയിട്ടൊരു ബ്രിട്ടീഷ് ഒരു ഇംഗ്ലീഷ്മാന്റെ സ്റ്റൈലിലാണ്. ഇവര് നല്ല പിന്നെ ചൂടോട് കൂടിയിട്ട് നല്ല ക്ലീൻ ആയിട്ട് നല്ല പിന്നെ വസ്ത്രം ചുളിയാതെ ഇസ്തിരി കിട്ടാൻ നല്ല ഇതിൽ ഷൂ ആണ് ഉപയോഗിക്കുക, ചെരുപ്പല്ല അങ്ങനെ. അപ്പോൾ അദ്ദേഹം ഇംഗ്ലീഷ് എടുത്തിരുന്നു. അപ്പോൾ അദ്ദേഹം ഇംഗ്ലീഷ് എടുത്തിരുന്ന അന്ന് മലയാളം മീഡിയമാണ് ഇവിടെ സ്കൂള്, പക്ഷേ ഇന്നത്തെ പോലെ ഇംഗ്ലീഷ് മീഡിയം അല്ല. പക്ഷെ അദ്ദേഹം ഇംഗ്ലീഷ് എടുത്തിരുന്നത് ഫുള്ള് ഇംഗ്ലീഷിലായിരുന്നു. മലയാളം അപൂർവമായിട്ടേ പറയുള്ളൂ. അപ്പോൾ പല ആളുകൾക്കും അത് മനസ്സിലാവാഞ്ഞിട്ട് കംപ്ലൈൻ്റ് ഒക്കെ ഇങ്ങനെ പറയും. അപ്പം ഞാനും പിന്നെ നിസാർ കൊച്ചി എന്ന് പറഞ്ഞിട്ട് ഒരുത്തുണ്ട്. ഞങ്ങൾക്ക് കൂടുതൽ ഇംഗ്ലീഷ് അറിയായിരുന്നു. പക്ഷെ കണക്കിന്റെ കാര്യത്തിൽ ഞാനും നിസാറും ബാക്കിലായിരുന്നു, ഇവരൊക്കെ മുമ്പിലായിരുന്നു. അപ്പൊ ഇവരോട് ഞങ്ങൾ ചോദിക്കും കണക്കിന്റെ കാര്യം. ഓമാലൊക്കെ ഇങ്ങനെ ഇരുന്ന് എഴുതി പഠിക്കുന്നതാണ്. ഞങ്ങൾക്കാണെങ്കിൽ കണക്ക് തീരെ തല കയറൂല. ഇംഗ്ലീഷ് എന്നാ ഞങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. അപ്പോൾ ഈ ഞങ്ങളോട് ചോദിക്കും ഇവര് പിന്നെ സംശയങ്ങൾ. എന്നിട്ട് ഞങ്ങൾ ചോദിച്ചിട്ടും കിട്ടിയില്ലെങ്കിൽ സാറിനോട് ചോദിക്കും. ഇംഗ്ലീഷ് ഇന്ത്യ എക്സ്പ്രസ് പത്രം ഇവിടെ കയ്യിലുണ്ടാവും. അപ്പോൾ അത് ഞങ്ങളിങ്ങനെ ഇടയ്ക്കെടുത്തിട്ട് അത് വായിക്കും. അതിൻ്റെ ഫ്രണ്ട് പേജും അതുപോലെ സ്പോർട്സും കാര്യമൊക്കെ ഇങ്ങനെ വായിച്ചു നോക്കും. എന്നാൽ പത്രം ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടാവും. അദ്ദേഹം വളരെ സ്വാധീനിച്ചിട്ടുണ്ട് എൻ്റെ ഒരു അധ്യാപന ജീവിതത്തിൽ. അങ്ങനെ ഞാൻ പിന്നെ PSM കോളേജ് സയൻസ് ഗ്രൂപ്പ് എടുത്ത് പോയി. എല്ലാവരും ഡോക്ടറേറ്റിനൊക്കെ എൻട്രൻസ് എഴുതിയപ്പോൾ ഞാൻ മാത്രമാണ് എൻ്റെ ക്ലാസ്സിൽ എൻട്രൻസ് എഴുതാത്തത്. കുറേ ഡോക്ടർമാർ എൻ്റെ ഒപ്പം പഠിച്ചവരിപ്പോഴും ഉണ്ട്. പിന്നെ ഞാൻ എന്ത് ചെയ്തു, പിന്നെ എന്നോട് എൻ്റെ ഫാദർ ചോദിച്ചിട്ട് എന്താ ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പം എനിക്ക് ഇദ്ദേഹത്തിൻ്റെ ഈ സ്വാധീനത്താൽ എൻ്റെ ഒരു സ്വപ്നം എന്താ വെച്ചാൽ ഈ BA ഇംഗ്ലീഷിന് ചേരണം. അങ്ങനെ പോയി PG ഒക്കെ എടുത്ത് ഇങ്ങനെ കോളേജിൽ കയറണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ അങ്ങനെ പിന്നെ എന്ത് ചെയ്തു, ഫറൂഖ് കോളേജിൽ പിന്നെ BA ഇംഗ്ലീഷിന് ചേർന്നു. പിന്നെ അപ്പോഴേക്കും എന്ത് ചെയ്തു, TTCക്ക് അന്ന് കിട്ടാറിന് ഭയങ്കര പ്രയാസമാണ്. നമ്മളിവിടെ ഈ മലബാറിലൊക്കെ TTCയുടെ സ്ഥാപനങ്ങൾ വളരെ കുറവാണ്. അപ്പൊ അങ്ങനെ വന്നപ്പോ എല്ലാവരും പറഞ്ഞു, ഉപ്പനോട് പറഞ്ഞ് അതിന് നല്ലതെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് അങ്ങനെ സമ്മതമില്ലാതെ അങ്ങനെ പോയി. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ഇവിടെ അന്ന് വന്നപ്പോൾ ഈ പല കലാസാഹിത്യവും സ്പോർട്സും എല്ലാം ഉണ്ടായിരുന്നു. ഇവരൊക്കെ നല്ല പന്തളിക്കാരുണ്ടായിരുന്നു. അസ്ലമും സുനിൽ പറഞ്ഞിട്ടാണ് മുഹമ്മദ്. എനിക്ക് അത്ര അധികം പന്തളിക്കാറില്ലെങ്കിലും വെറുതെ ഇങ്ങനെ ഇവരൊപ്പം കൂടി ഇതായിരുന്നു. പിന്നെ ഇവിടെ നമ്മളെ ഈ PT സാറ് കാര്യം പറഞ്ഞില്ലേ, പിന്നെ നമ്മളെ വഹാബ് സാറുണ്ടല്ലോ, മറ്റേ പിന്നെ AP അബ്ദുൽ വഹാബ്, അദ്ദേഹത്തിന്റെ ഫാദർ അബ്ദുറഹ്മാൻ സാറ് ഇവിടെ വാർഡനായിട്ടുള്ള വളരെ സ്നേഹസമ്പന്നായിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം ഒരു പ്രാവശ്യം അന്ന് ഞാനും ഇവിടെ ഒരു കൊല്ലം ഹോസ്റ്റലിൽ നിന്നിട്ടു. ആ സമയത്ത് ഒരിക്കൽ ഒരു ഭയങ്കര മഴ പെയ്തപ്പോൾ വലിയൊരു ഇടി പൊട്ടി. അതിൽ സാറ് പെട്ടെന്ന് വിചാരിച്ചു കുട്ടികൾക്ക് എന്തോ പറ്റിക്കണോ വിചാരിച്ചു. ആ കുട്ടികൾക്ക് എന്തോ പറ്റിയെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് ആ ഷോക്കില് അദ്ദേഹത്തിന് അസുഖം വന്ന് അസുഖം വന്ന് ആ ഷോക്കിൽ അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. അതെ അതെ, അത് ഞാൻ ഓർക്കുന്നുണ്ട്. പിന്നെ വേറെ ഇവിടെ ഇബ്രാഹിം മൗലവി, അതുപോലെ ഉമർ മൗലവി, അങ്ങനെ കുറെ ആള്, അബ്ദുല്ലാഹി ഹെഡിയൂര്, അങ്ങനെ കുറെ ആൾക്കാർ നമ്മള് അധ്യാപകരായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ പുറത്ത് ലോക്കൽസിൽ ഇപ്പോ ഈ അബ്ദുല്ലാദ് തങ്ങള്, അദ്ദേഹം ഒരു മാതൃകാ പുരുഷനായിട്ട് ആ തൂവള്ള പിന്നെ തുണിയും എന്നും നമുക്ക് എന്നും ഇപ്പോഴും അതൊരു ഓർമ്മയിലും. പിന്നെ കീശ്ശേരി പിന്നെ ഈ വല്ലർമ്പിലെ കുറെ ആളുകൾ. പിന്നെ ഇപ്പൊ ഉള്ളതില് TT ജബ്ബാറാക്ക, TT കരിമാക്ക, അതുപോലെ തന്നെ നമ്മളെ പാസ്പോർട്ട് ഓഫീസറായിരുന്ന റഷീദാക്ക, പിന്നെ നമ്മളെ വാപ്പുട്ടി, പിന്നെ എടിയൂര് പറഞ്ഞാൽ അദ്ദേഹം ഗൾഫിലായിരുന്നു. പക്ഷെ എന്നാലും വന്ന ഇവിടെ വരും, ഞങ്ങൾക്ക് ഞങ്ങളായിട്ട് ബന്ധപ്പെട്ടിരുന്നു. പിന്നെ വേറെ ഒരു ഗുണം ഉണ്ടായി ചോദിച്ചാൽ ഈ പിന്നെ നമ്മളെ ഈ ലൂറിനൊക്കെ എന്താ വരിയായിട്ട് ഇങ്ങനെ നമ്മൾ പള്ളിയിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ പള്ളി കൊണ്ടുപോയിട്ട് അവിടെ ജമാഅത്തായിട്ട് നിസ്കരിക്കും. ഹോസ്റ്റലിൽ ഒരു 5 വക്തിനും കൊണ്ടുപോകും. ഞങ്ങളെ ഡേസ് കോളേജിന് 2 അസറിനും അതേപോലെ കൊണ്ടുപോകും. എന്നിട്ട് അവിടെ ശരിക്കും വരിയായിട്ട് പോണ ഒരു ലീഡർ മുമ്പിലുണ്ടാവും. പിന്നെ വരിയായിട്ട് അങ്ങനെ പോണ
നല്ല ചിട്ടയോട് കൂടിയിട്ട് തിരിച്ചു വരുമ്പോഴും അങ്ങനെ തന്നെയാണ് ഇങ്ങോട്ട് വരിക. അപ്പൊ ഞാൻ അന്ന് മാറി മാറി പള്ളിയിൽ ഇമാമ് നിർത്തും. ഇഷാക്ക് മഗ്‌രിബിനൊക്കെ ഇമാം നമ്മൾ തന്നെ നിൽക്കണം. അപ്പൊ അങ്ങനെ നമുക്കൊരു ഇമാം പരിശീലനം കൂടി ഇവിടുന്ന് പിന്നെ ഞാൻ ഓർക്കുന്നത് അന്ന് പിന്നെ ഇവിടെ വാർഷികം ഉണ്ടായപ്പോ ഹോസ്റ്റലിലെ പ്രഭാതം എന്ന് പറഞ്ഞിട്ട് ഒരു ടേബിളോ അല്ലെങ്കിൽ ഞാൻ അഭിനയിച്ചിരുന്നു. വീഡിയോ ടോയ്ലറ്റിലേക്ക് പോണ രംഗാണ് ഞാൻ അഭിനയിച്ചിരുന്നത്. ഒരു ബക്കറ്റ് ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ ഒരു രംഗായിരുന്നു. പിന്നെ വേറെ ഞാൻ അഭിനയിച്ചത് ഒരു രോഗിയായിട്ട് അഭിനയിച്ചു. അതിൽ ഡോക്ടർ വേറെ അയ്യൂബ് പറഞ്ഞിട്ട് സ്റ്റെതസ്കോപ്പ് ഒക്കെ അന്ന് നമ്മൾ സംഘടിപ്പിച്ചു. അപ്പൊ ഈ റബ്ബർ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ചെരുപ്പുണ്ടല്ലോ, ഈ പിന്നെ വേലി പണിക്കാരൊക്കെ അന്ന് ഉപയോഗിച്ചിരുന്നത്, അങ്ങനത്തെ ഒരു ചെരുപ്പ് ഒരാളെ ഞാൻ സംഘടിപ്പിച്ച് ഈ രോഗിയുടെ വേഷം കെട്ടാൻ വേണ്ടിട്ട് അത് ഓർക്കുന്നുണ്ട്. പിന്നെ വലിയൊരു നാടകത്തിൽ അഭിനയിച്ചു. ഒരു വാപ്പായിട്ട് ഞാൻ അഭിനയിച്ചു. വലിയ നാടകം ഒരുപാട്. അത് ഇവിടെ വാർഷികത്തിന് നടത്തിയെന്ന് മാത്രമല്ല, വാർഷികത്തിന് ഇവരൊക്കെ ഉണ്ടായിരുന്നു. വാർഷികത്തിന് നടത്തിയെന്ന് മാത്രമല്ല, അത് കോഴിക്കോട് ടൗൺ ഹാളില് അത് അവതരിപ്പിക്കാനുള്ള ഒരു അവസരം കിട്ടി. അങ്ങനെ കോഴിക്കോട് ടൗൺ ഹാളിൽ അത് അവതരിപ്പിച്ചിട്ടുണ്ട്. പി ടി സാറ് കറപ്പിലാണ് ഓർമ്മയില്ല. അങ്ങനെ അതെ, അങ്ങനെ ആ വല്ല പരിപാടി ഉണ്ടായിരുന്നു. വലിയ നാടകം അവിടെ കുറച്ച് ദൈർഘ്യമുള്ള നാടകമായിരുന്നു. പിന്നെ ഇവിടെ വേറെ ഓർക്കണ വ്യക്തി നമ്മളെ പിന്നെ പ്രൊഫസർ കമൽ ഭാഷ സാറ്, അദ്ദേഹത്തിന്റെ ഭാര്യ കൂടി ഇതിന്റെ തൊട്ട് പിറകിലായതുകൊണ്ട് അദ്ദേഹം അവിടെ കോളേജ് കഴിഞ്ഞാല് പിന്നെ ഒരു മരുവിന് ശേഷമൊക്കെ ഇവിടെ വരുമ്പോ അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഒരു പ്രസ്സൊക്കെ ഉണ്ടായിരുന്നു. തിരുവനങ്ങാടി സ്വന്തമായിട്ട് പ്രസ്, ഒരുപാട് പുസ്തകങ്ങൾ പഠിപ്പിച്ചിരുന്നു. ഒരുപാട് പുസ്തകങ്ങൾ. അപ്പൊ ഈ മറ്റേ ഈ ദൈവനിഷേധികളുണ്ടല്ലോ, ദൈവനിഷേധികളുണ്ടല്ലോ, അപ്പൊ അവരെ പിന്നെ ഇങ്ങനെ ഈ സത്യത്തിൽ കൊണ്ടുവരാനുള്ള അതിനെ ഫോക്കസ് ചെയ്തിട്ടായിരുന്നു തോന്നുന്നു അധികം പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം ഇവിടെ വരും, ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് ക്ലാസ് ഒക്കെ എടുക്കും. അതുപോലെ മോമാലിക്ക അധ്യാപകനായിരുന്നു, അല്ല ഇപ്പൊ റിട്ടയർഡ് ആയല്ലേ, തിരൂരിന്നായിരുന്നു ഇവിടെ വന്നിരുന്നത്. ഓക്കെ, ഇപ്പൊ ഇവരെല്ലാവരും ഒരുപാട് അനുഭവങ്ങളൊക്കെ ഓർത്തെടുത്ത് ഓർമ്മകളൊക്കെ പങ്കുവെച്ച്. മോമാലിക്കാക്ക് മറക്കാനാവാത്ത വല്ല അനുഭവങ്ങളും ഹോസ്റ്റലിലും കൂടെ ആയിരുന്നില്ല താമസിച്ചിരുന്നത്, എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു ഭയങ്കരമായ ഒരു ഇടി ഞങ്ങളെ മേലെ സംഭവിച്ചു. അത് എന്താണെന്ന് അറിയില്ല. അന്ന് ഞങ്ങളിവിടെ ഇരുന്ന് പഠിക്കുകയാണ്, SSLCക്ക് വേണ്ടിയിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കും. ആ സമയത്ത് ഹോസ്റ്റലിൽ അധ്യാപകരെല്ലാം കൂടി പാഞ്ഞു വന്നിട്ട് ആർക്കെന്താ പറ്റിയെന്നുള്ളൊരു അന്വേഷിച്ച് നടക്കുന്നത്. ഒരു യശാമരുവിന്റെ ഇടയിലാണ് സംഭവിച്ചത്. ഇവിടെ ചുമലിലൊക്കെ തന്നെ തൊട്ട് നോക്കുമ്പോൾ നല്ല ഷോക്കും വരുന്നത്. പക്ഷെ പിന്നെ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ആർക്കൊന്നും സംഭവിച്ചില്ല. ഞാനിത് പറയാൻ കാരണം അന്നത്തെ അധ്യാപകരും കുട്ടികളും കൂടിയുള്ള ഒരു ബന്ധം, ഒരു ആത്മബന്ധമാണ്. കാരണം അന്ന് ഞങ്ങൾക്ക് തോന്നിയത് ഒരു പിതാവിന്റെ ഒരു സേഫ്റ്റി, ഒരു പിതാവ് എങ്ങനെയാണോ ഒരു മക്കളെ ബാപ്പ മക്കളെ എങ്ങനെ ചേർത്ത് പിടിക്കണം. അപ്പൊ ഇത് അങ്ങോട്ട് എല്ലാ കാര്യത്തിലും അത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലും ഒരു ഒരിക്കലും മറക്കാനാകാത്ത ഒരു സംഭവമായിരുന്നു. തിരിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു. അത് ഞാൻ ക്ലാസ്സുകളിലേക്ക് കുട്ടികൾക്ക് പകർന്നു കൊടുക്കുമ്പോൾ നമ്മളിപ്പോ ഈ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നമ്മുടെ മുന്നിലുള്ള കുഞ്ഞു മക്കളെ എപ്പോഴും നമ്മൾ അവരെങ്ങനെ കെയർ ചെയ്തുകൊണ്ടിരിക്കും. ആ ഒരു ട്രെയിനിങ് യഥാർത്ഥത്തിൽ കിട്ടിയത് ഇന്നത്തെ ആ ഒരു ദിവസം. അത് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നമ്മൾ പിരിയുന്നവരെ ഈ ക്ലാസ് റൂം ഇതേ ക്ലാസ് IRSന്റെ ഓഫീസ് റൂം ആയിട്ടുള്ള ഉപയോഗിക്കുന്ന ഇതേ ക്ലാസ് റൂമിൽ നിന്നാണ് അവർ 1985 നിന്നും പാസ് ഔട്ട് ആയിട്ട് പോകുന്നത്. നമ്മൾ ഓറിയന്റൽ SSLC സത്യത്തില് ട്രെയിനിങ്, അതായത് ടീച്ചേഴ്സ് ട്രെയിനിങ് കിട്ടാതെ ടീച്ചർമാരായ ആളുകളാണ്. പക്ഷെ നമ്മൾ സത്യത്തിൽ അന്ന് ഇവിടുന്ന് ആ ട്രെയിനിങ് ആയിട്ട് നമുക്ക് കിട്ടിയെന്ന് തോന്നുന്നു. ഞങ്ങൾ ട്രെയിനിങ് വേറെ ഒന്നും ഉണ്ടായില്ല. ഞങ്ങളിപ്പോ പിന്നെ SSLC കഴിഞ്ഞ് കുറെ കാലം ഞങ്ങൾ വേറെ പല ബിസിനസ്സിലും കൂടി. പിന്നീട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ബോധോദയം ഉണ്ടായിരുന്നു, പോയി ചേർന്നാലെന്താ. അങ്ങനെ ഞങ്ങൾ പോയി ഹൈസ്കൂളിൽ ഒരു എംപ്ലോയ്മെന്റിൽ കിട്ടിയാദ്യം, പിന്നെ നമ്മൾ സ്കൂളിൽ ചേരാണ്ടായിരുന്നു. അപ്പൊ സ്കൂളിൽ ചേർന്ന സമയത്ത് ഞങ്ങൾക്ക് പിന്നെ മറ്റുള്ള അധ്യാപകരോടൊപ്പം തന്നെ സഞ്ചരിക്കാനും ഒരു പടി ചിലപ്പോൾ അവരോട് മുന്നിൽ നിൽക്കാനൊക്കെ കഴിഞ്ഞത് ഇവിടുത്തെ ഈ അന്നത്തെ കാലഘട്ടത്തിൽ ഞങ്ങൾ നേടിയെടുത്ത ആ ട്രെയിനിങ് ആണ്. നമ്മളെ പരിശീലിപ്പിക്കുകയാണ് എങ്ങനെ ഒരു കുട്ടികളെ കെയർ ചെയ്യണം, എങ്ങനെ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു പരിശീലനം കൂടി ഇവിടെ കിട്ടിയാണ്. ആ കോഴ്സിൽ നമ്മൾ കണ്ട് മനസ്സിലായി. അതുപോലത്തെ ഒരു മാനേജ്മെന്റ് എക്സാമിന്റെ പേപ്പർ അടക്കം ചെക്ക് ചെയ്ത്
വെള്ളമൊക്കെ സമയം കണ്ടെത്തി മാനേജ്മെന്റ് കമ്മിറ്റിയിലെ ആളുകളാണ് മാറി നിൽക്കല് ചെയ്തത്. അതെ. അവരിവിടെ വന്നുകൊണ്ട് കുട്ടികളെ ക്ഷേമാവശ്യങ്ങൾ ചോദിച്ചറിയുകയും അപ്പൊ നമുക്ക് ഫുഡിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് തീർക്കാനായിട്ടും ചിലപ്പോൾ അവരുടെ പോക്കറ്റിൽ നിന്നൊക്കെ അവരറിയാതെ തന്നെ പൈസ എടുത്തിട്ട് അതെ. അതിവിടെ നിർവഹിച്ചിട്ടുണ്ട്. ഇപ്പൊ വറുതിയുടെ കാലഘട്ടമാണെന്നൊക്കെ പറയുമ്പോഴും ഇത്തരം ആളുകളിൽ നിന്നുള്ള ഒരു സഹകരണം തീർച്ചയായിട്ടും കാരണം ഹോസ്റ്റലൊക്കെ നടത്തിപ്പോ സത്യത്തിൽ ഹോസ്റ്റൽ ഫീസ് ഒന്നും അതിന് തികയില്ല. മറ്റു നല്ല ഉദാരമതിയായിട്ട് ആളുകളും അധ്യാപകരും വളരെ കുറഞ്ഞ അതിലും കുറഞ്ഞ 150 രൂപയ്ക്ക് എനിക്ക് ഓർമ്മയുണ്ട്. ഒരു 150-200 റേഞ്ചിലാണ് ഞങ്ങളെ മാക്സിമം വില 250 റേഞ്ചിലാണ് ഞങ്ങളെ ഒരു മാസത്തെ ചെലവ്. അതിനൊക്കെ മറികടന്നിരുന്ന അന്നത്തെ അധ്യാപകർ അതുപോലെ നമ്മുടെ മാനേജ്മെന്റിലെ നല്ല എന്താ പറയുക ആളുകളാണ്. നമ്മൾ അറിയാതെ പലരും അറിയാതെ പിന്നീട് ഞങ്ങളിങ്ങനെ വെള്ളത്തിന്റെ കാര്യം കുഞ്ഞമ്മ ബിൽഡിങ്ങിന്റെ കാര്യം ആഴ്ചയിൽ വന്ന് തങ്ങൾ ഇതൊക്കെ ഒന്ന് കോർഡിനേറ്റ് ചെയ്യും. എക്സാം കാര്യങ്ങള് സിലബസ് കാര്യങ്ങളൊക്കെ പിന്നെ അന്നത്തെ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങളെ ആ പരിമിതി ഉണ്ടെങ്കിലും ഒരു കുറവ് പോലും ഞങ്ങൾക്ക് അവര് അനുഭവപ്പെടാത്ത രൂപത്തിൽ അത് മേക്കപ്പ് ചെയ്ത് അവർ കൊണ്ടുപോയി. ശരി. നമ്മുടെ ഉപ്പാക്കാടെ ഒരു ഇത് എങ്ങനെയായിരുന്നു നിങ്ങളുടെ കാലഘട്ടത്തിൽ? കുട്ടികളെ കൊടുത്തിട്ട് സ്ഥാപനക്കാന് കിണറ് കളപ്പിച്ചൊക്കെ ആണല്ലേ? ഇടക്ക് കുറച്ച് ടൈമില് ഇപ്പൊക്കെ ഞങ്ങൾ പോയതിന്റെ ശേഷമാണ് സജീവമായിട്ടുണ്ടായത്. ഞങ്ങളിവിടെ പഠിക്കുമ്പോൾ മൂപ്പര് വാടാനപ്പള്ളിയിൽ ആണ് മൂപ്പര് ഉള്ളത്. പിന്നെ നിങ്ങൾ പറഞ്ഞു നേരത്തെ നമ്മൾ സംസാരത്തിന്റെ ഇടയിൽ പറഞ്ഞു ഇന്നിപ്പോ ഈ കാണുന്ന IRS ഇങ്ങനെ ആയി തീരാൻ നിങ്ങളുടെ ഒരുപാട് പരിശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, ഒരുപാട് അധ്വാനങ്ങൾ. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ ഈ മൈതാനം എങ്ങനെ ആക്കിയെടുക്കുക, അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അത് ഇവിടെ പിന്നെ കാട് മൂടിയിട്ട് ഈ ഗ്രൗണ്ട് പുരട്ടിക്കല്ലുകൾ അതുപോലെ തന്നെ ആളുകൾക്ക് എടുക്കാൻ പറ്റാത്ത കോലത്തിലുള്ളൊരു ഇതിലേന്ന് കഴിഞ്ഞത്. അത് ഇത് ഈ പറഞ്ഞ മാതിരി തന്നെ അധ്യാപകരും വിദ്യാർത്ഥികളും എല്ലാം കൂടി ചെന്നിട്ട് കാട് കമ്മ്യൂണിക്കേഷൻ ഇതുണ്ടാവില്ല, അതിന്റെ കുറ്റി അത് ഒരിക്കലും പോരൂലല്ലോ. അപ്പൊ അത് വെട്ടി പരമാവധി എടുത്താലും പിന്നെയും കിളിർത്തി വരും. അപ്പൊ അത് തീയിട്ട് ചുട്ട് ചവിട്ടി ശരിയാക്കലാണ്. അങ്ങനെ ഞങ്ങള് പിന്നെ ഈ ഒരു ഗ്രൗണ്ട് അവിടെ രൂപപ്പെടുത്തിയിട്ടുണ്ട് പഴയ ഹോസ്റ്റലിന്റെ പിന്നാമ്പുറത്തായിട്ട്. അതുപോലെ ഈ ഗ്രൗണ്ടും പിന്നെ രൂപപ്പെടുത്തി അങ്ങനെ ഉണ്ടായിട്ടുള്ളത്. അതിന് അധ്യാപകരോടൊപ്പം പിന്നെ ഞങ്ങൾ ചേർന്നുകൊണ്ടുള്ള ഒരു പങ്കാളിത്തം മൊത്തത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനത്തെ വർക്കൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഹോസ്റ്റലിലേക്ക് വേണ്ട ഓട് ഇവിടെ വന്നപ്പോ അത് ഞങ്ങളാണ് അപ്പൊ വലിയൊരു സേവനം. അതിലുപരി എല്ലാത്തിനുപരി ഇവിടെ ചുടലൊക്കെ പക്ഷെ അതിലുപരി എല്ലാത്തിനുപരി പിന്നെ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണല്ലോ. ഞങ്ങളെ ബാച്ചില് ഉള്ള 22 ആളുകളും പാസ്സാവുകയും ഒരുപാട് ആളുകൾക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടുകയും. അത് കേരളത്തിൽ, അതായത് നേരത്തെ പറഞ്ഞ തിരുവനന്തപുരം മുതൽ കൊച്ചി മുതൽ വാടാനപ്പള്ളി മുതൽ തിരൂര് പിന്നെ പൊന്നാനി കോഴിക്കോട് വയനാട് ഇവിടെ നിന്നൊക്കെ ഉള്ള പിള്ളേരുണ്ട് ഇവിടെ. അപ്പോൾ ഈ IRSന്റെ ഒരു വലിയ ഒരു പിന്നെ എന്താ പറയാ ഒരു ബൂസ്റ്റാണ് ഞങ്ങൾ ആ ഫസ്റ്റ് SLCന്റെ 100% അതും ഒരു സമ്മിശ്രമായ സിലബസിലൂടെ നമ്മള് പിന്നെ കേരളത്തിൽ ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ട്. ഇവിടെ പഠിച്ചു കഴിഞ്ഞാല് കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള ഒരു വിജയ ശതമാനം ഉണ്ടാവുമെന്ന് ആദ്യമായിട്ട് കാണിച്ചു കൊടുക്കാനുള്ള ഒരു അവസരം കൂടി നമുക്ക് കിട്ടി. അതാണ് IRSന്റെ ഒരു വലിയ വളർച്ച. അത് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഒരു വളർച്ച. നേരെ മറിച്ച് ഞങ്ങളാ സന്ദർഭത്തിൽ ഞങ്ങളെ ചേർത്ത് പിടിച്ച് കൊണ്ടുപോവാൻ ഇവരില്ലായിരുന്നെങ്കിൽ, അന്നത്തെ മാനേജ്മെന്റോ സ്റ്റാഫോ ഇല്ലായിരുന്നെങ്കിൽ സ്ഥാപനം അതുപോലെ പോകും. നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോഴേ നമ്മൾ പറഞ്ഞു മലയാളം അല്ലെ, ആ മലയാളം പോലും അറിയാത്ത കാലഘട്ടത്തില് മലയാളം നന്നായിട്ട് എഴുതാനും വായിക്കാനും പഠിച്ചത് IRS. അത് കഴിഞ്ഞപ്പോ ഇന്ന് എത്തുമ്പോ ഇതൊരു ഇംഗ്ലീഷ് മീഡിയം ആയി മാറി. IRS എന്ന സ്ഥാപനം ഇംഗ്ലീഷ് മീഡിയം ആയി മാറി. അപ്പൊ ആ ഒരു വളർച്ചയും നമ്മൾ കാണുകയാണ് അല്ലെ? തീർച്ചയായിട്ടും അത് കാലഘട്ടത്തിനുള്ള വളർച്ച IRS മുന്നോട്ട് വന്നിട്ടുണ്ട്. അതെ അതെ. എങ്ങനെ ഹോസ്റ്റൽ സംവിധാനം അത് ഞങ്ങൾക്ക് വിഷമമുണ്ട്. കാരണം എന്താ വെച്ചാല് ഞങ്ങള് പഠിച്ചിരുന്ന ഹോസ്റ്റലുകള് അതിന്റെ ഒരു പിന്നെ ഒന്നും ഇവിടെ ഇല്ല, ചൂണ്ടിക്കാണിക്കില്ല. ഇപ്പൊ കടന്നു വരും ഒരു ക്ലാസ് റൂമൊക്കെ ഇവിടെ ഉണ്ടല്ലോ, അത് എന്തുകൂടെ നിലനിൽക്കണം എന്നൊരു ആഗ്രഹം കൂടി. വികസനത്തിന്റെ പേരിൽ ഇത്തരത്തിലുള്ള
തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മുടെ ഓർമ്മകളുടെ ആ ഒരു ശേഷിപ്പുകൾ എന്തായാലും നിലനിന്ന് പോട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ അസ്ലംകാട് ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ അസ്ലംക കാലിഗ്രാഫിയിൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അതിൻ്റെ ഒരു ഉത്ഭവവും IRS നിന്നായിരുന്നു എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇപ്പോൾ ഇർസക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ കലാപരമായിട്ടൊന്ന് കാണിക്കുകയും കൂടെ ചെയ്യുകയാണെങ്കിൽ വളരെ സന്തോഷം. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സർഗാത്മക പ്രവർത്തനങ്ങൾക്ക് ഓരോന്നിനും വെള്ളം വളം ലഭിച്ചൊരു മണ്ണാണിത്, അല്ലെങ്കിൽ ഒരു സ്ഥാപനമാണിത്. അത് നമ്മുടെ പുലരി ഇപ്പൊ കാലിഗ്രാഫിയെ കുറിച്ച് പറയുമ്പോൾ പുലരി മാസിക, അതിന്റെ ആദ്യത്തെ മാസിക തയ്യാറാക്കുന്ന സമയത്ത് നമ്മളെ നേരത്തെ പറഞ്ഞ ബാപ്പുട്ടി അടയൂര്, റഷീദ് ഖാൻ എന്ന് നിങ്ങൾ വിളിക്കുക, അദ്ദേഹം ഞങ്ങൾക്ക് ഇവിടെ ക്ലാസ് എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് ചില സമയത്ത്. അദ്ദേഹമാണ് നമ്മുടെ ടൈറ്റിൽ, മാഗസിന്റെ ടൈറ്റിൽ എഴുതുമ്പോൾ, ഹെഡിങ് എഴുതുമ്പോൾ നമ്മൾ അന്ന് ഈ മാർക്കറൊന്നും അങ്ങനെ ഉപയോഗിച്ചൊന്നും പരിചയമില്ല. പേന കൊണ്ട് ചെറിയ ഇറ്റാലിക് മാർക്കറൊന്നുമില്ല, ചിസൽ മാർക്കറൊന്നുമില്ല. ഇപ്പം ഇഷ്ടംപോലെ അവൈലബിൾ അങ്ങനത്തെ സംഗതികളൊക്കെ. അപ്പൊ അന്ന് എഴുതാൻ 2 പേന വെച്ചിട്ട് അല്ലെങ്കിൽ 2 പെൻസിൽ വെച്ചിട്ട് ടൈറ്റിൽ എങ്ങനെ എഴുതാന്നുള്ളത് കാണിച്ചിരുന്നത് റഷീദ് സാറാണ്. കൊറേ ടൈറ്റിലുണ്ട്. മാത്രല്ല അദ്ദേഹം ആദ്യത്തെ ഒരു മാഗസിന്റെ, അവിടുത്തെ ശാന്തപുരത്തിന്റെ ചെയ്തിരുന്ന മാഗസിന്റെ ഒരു കോപ്പിയുടെ കൊണ്ടുവന്ന് ഞാൻ കാണിച്ചു തന്നു. ഇതാണ്, ഇങ്ങനെയാണ് ഇതിന്റെ സ്റ്റൈൽ എന്നൊക്കെ. അപ്പൊ സത്യത്തില് അപ്പൊ നമ്മൾ അങ്ങനെ ഈ സ്ഥാപനത്തിൽ ബന്ധപ്പെട്ട ആളുകളും അതേസമയം നമ്മുടെ സ്കൂൾ പിന്നെ പരിസരത്തുള്ള ഒരുപാട് ആളുകളും നമ്മളെ പല കാര്യങ്ങളും സ്വാധീനിച്ചിട്ടുണ്ട്. പെട്ടെന്നാണ് അത്. അപ്പൊ അത് ഇപ്പോഴും ഞാൻ ഇപ്പൊ കാലിഗ്രാഫി ചെയ്യുമ്പോ നമ്മളെ അക്രിലിക്കിലൊക്കെ ചെയ്യുന്ന സമയത്ത് സ്കെച്ച് ചെയ്യല് ആ ഒരു സ്റ്റൈലിലാണ്. അത് വളരെ എളുപ്പമാണ്, നല്ല രസമാണ്. ഇപ്പൊ 2 പേന കൊണ്ട് പെൻസിൽ കൊണ്ട് എഴുതി കഴിഞ്ഞാൽ അത് ഒരു ഇറ്റാലിക് സ്റ്റൈലിൽ വലിയൊരു ചിസൽ മാർക്കർ കൊണ്ട്, വലിയ മാർക്കർ കൊണ്ട് എഴുതിയ പോലെ അത് നമുക്ക് അത് ഏത് സ്റ്റൈൽ എത്ര വലുപ്പത്തിനും ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരുപാട് ട്രെയിനിങ്. ഇപ്പൊ അതുപോലെ നാടകം, ഞാൻ പറഞ്ഞ നേരത്തെ നാടകം ഒരുപാട് അവതരിപ്പിക്കാനുള്ള അവസരങ്ങൾ കിട്ടി. അത് പിന്നീട് ഇപ്പൊ ലാസ്റ്റ് 2010 ഞാൻ ഗൾഫിൽ പോയി ഒരു പ്രോഗ്രാം അവതരിപ്പിച്ചിരുന്നു, ഒരു 10 ഫിലിം സോങ് ഒക്കെ വെച്ചിട്ടുള്ള. അത് സത്യത്തിൽ അതിന്റെ ഒക്കെ ഒരു പിന്നെ എന്താ പറയുക, ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു ധൈര്യമൊക്കെ ഇവിടുന്ന് കിട്ടിയ. നേരത്തെ മുഹമ്മദ് പറഞ്ഞല്ലോ, നമ്മള് സ്കൂളില് നമ്മള് അധ്യാപകൻ എന്നുള്ള നിലക്ക് കുട്ടികളെ കെയർ ചെയ്യുന്നത് കൂടാതെ നമ്മൾ അവിടെ എന്ത് സർഗാത്മക പ്രവർത്തനങ്ങൾ നേതൃത്വപരമായ പങ്കുവഹിക്കാൻ, അവിടെ എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും അതിനൊക്കെ ആ ഒരു ധൈര്യം, സത്യത്തിൽ എല്ലാത്തിനും മുന്നിട്ട് ഇറങ്ങാനുള്ള ധൈര്യം അത് ഇവിടുന്ന് കിട്ടി. കാരണം എല്ലാം നമ്മളെ ഏൽപ്പിക്കണം, നമ്മളെ നേരിട്ട് ഏൽപ്പിച്ച് അത്രയും ചെറിയ പ്രായത്തിൽ. അപ്പൊ അന്ന് കിട്ടിയ ആ ഒരു സംഗതി കോൺക്രീറ്റഡ് ആയിട്ട് അവിടെ കിടക്കാം. പിന്നെ നമ്മൾ കൂടുതൽ പ്രവർത്തനങ്ങളോട് അത് കൂടുതൽ ഊർജിതാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അത് ശരിക്കും അതിന്റെ ബേസ് ഇവിടെ തന്നെ, ഒരു സംശയമില്ല. അത്തരം എല്ലാ പ്രവർത്തനങ്ങളും ഇപ്പൊ ഞാൻ പാട്ട് എഴുതുന്നപ്പോ മാപ്പിളപ്പാട്ട് അത്യാവശ്യം നല്ല രീതിയിൽ മാപ്പിളപ്പാട്ട് എഴുതാറുണ്ട്. അപ്പൊ അതൊക്കെ അന്ന് അഹീസാറ് ഒരിക്കൽ പിന്നെ അങ്ങനെ പാട്ട് എഴുതിയിട്ട് ഇങ്ങനെ ചേർത്ത് പിടിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. അന്നൊരു നമ്മുടെ എന്താ ഇന്നത്തെ കേരളം അങ്ങനത്തെ ടൈറ്റിലായിരുന്നു. അപ്പൊ അപ്പൊ ആ സമയത്തുള്ള കുറെ പിന്നെ ന്യായാന്യായങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു കവിതയായിരുന്നു. അപ്പൊ അങ്ങനെ ഒരുപാട് അത്തരം പ്രവർത്തനങ്ങൾ നല്ല സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് പിന്നീട് നമ്മുടെ ജീവിതത്തിൽ പല രീതിയിലും പ്രയോജനപ്പെട്ട് നിർവഹിക്കാൻ പറ്റും. എനിക്ക് 100 റിയാൽ അധികം തന്നു ശമ്പളം. ഇംഗ്ലീഷും തന്നെ, ഇംഗ്ലീഷ് ഫിലിപ്പീനോട് സംസാരിക്കും. പാഠ്യപദ്ധതിയിൽ ഇതൊക്കെ വരുന്നുണ്ട്. അതെ, ഇന്നത്തെ പാഠ്യപദ്ധതി പുലരി ഇല്ലാത്തതും ഇവിടുത്തെ പ്രചോദനം ബ്രിട്ടീഷുകാർ വരപ്പിച്ചിട്ടുള്ള അന്ന് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് തരും, അതിന്റെ ആൻസർ ഉണ്ടാവും, അത് കാണാൻ പഠിക്കുക. അത് അതേപോലെ എഴുതി വെച്ചാല് നമ്മുടെ സക്കരിയ പറഞ്ഞ പോലെ അല്ലെ, നമ്മുടെ എല്ലാ കലാപരമായിട്ടും സർഗാത്മകമായിട്ടുള്ള ഒരു പിന്നെ നമ്മുടെ ഒരു ഉയർച്ചക്കുള്ള ഒരു വളം തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാല്. അതെ അതെ അതെ. ഇപ്പൊ ഒരു ഒറ്റ കാര്യങ്ങൾ പറയാം, മുഹമ്മദ് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം പണ്ട് നമ്മൾ ഇതൊക്കെ ഈ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്നാൽ ഇതിനൊക്കെ പുറത്താണ്. അത് വളരെ അപൂർവമായിട്ട് അതിന് പ്രോത്സാഹനം കിട്ടിയാലായി, നമ്മളത് കണ്ടെത്തിയാലായി, അത് സപ്പോർട്ട് ചെയ്താലായി. പക്ഷെ ഇവിടെ നമ്മൾക്ക് ഇതിന്റെ കൂടെ ഇരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ പോലെ ഒരുപാട് കലാകാരന്മാർ ഇവിടുന്ന് അറിയപ്പെടുന്ന കലാകാരന്മാർ നിങ്ങളുടെ കൂടെ ഉയർന്ന ലെവലില് സ്റ്റേജിലെത്തിയൊരു സ്റ്റുഡന്റ് ഉണ്ടായിട്ടുണ്ട്. ഹമീദ് മാഷേ, നിങ്ങളിപ്പോ ഷാഹുൽ ഹമീദാണ്, ഞങ്ങൾക്ക് ഹമീദ് മാഷും നിങ്ങളെ കൂട്ടുകാർക്ക് ഷാഹുൽ ഹമീദുമാണ്. അപ്പോഴേ നമ്മളിപ്പോ ആൺകുട്ടികളുടെ കാര്യങ്ങൾ, അധ്യാപകരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നിങ്ങളുടെ കൂടെ പെൺകുട്ടികൾ പഠിച്ചിരുന്നില്ലേ, അവരെ കുറിച്ച് എന്താ പറയാനുള്ളത്? പെൺകുട്ടികളെ ഞങ്ങള് പിന്നെ ബാച്ചില്
കുറെ പെൺകുട്ടികൾ ഉണ്ടായിരുന്നു ആ, ആ. തുടക്കത്തില്. ആ. പിന്നെ അന്ന് എന്താ വെച്ചാല് പിന്നെ ഈ കുറച്ച് പഠിക്കാൻ ബാക്കിൽ വരുന്ന ആളുകളെ ഇങ്ങനെ പിന്നെ കല്യാണം വെച്ച് വിടലും. സാമൂഹ്യ അന്തരീക്ഷം അങ്ങനെയാണ്. അതെ അതെ അതെ. പിന്നെ ഒരുപാട് ചില കാലം ആളുകള് അങ്ങനെയായിരുന്നു. പിറകില് പോയതുകൊണ്ട് പിന്നെ അങ്ങനെ തോൽവിയൊക്കെ സംഭവിച്ചിട്ട് ബാക്കിൽ പോയവരുണ്ട്. ആഹാ. പക്ഷെ അതില് പിന്നെ ഈ ഇപ്പൊ ഞങ്ങളെ കൂടെ ശരിക്കും 3 ആളാണ് ഉണ്ടായത്. SLC എഴുതിയത്. ഒന്ന് ഹസീന, ആ. പിന്നെ അവരെവിടെ ഉള്ളത്? ഹസീന നമ്മളെ മറ്റേ സൈനുദ്ദീൻ മാഷ ആഹാ. കളത്തിലെ സൈനുദ്ദീൻ മാഷ മകള്, പിന്നെ നമ്മളെ കീശേരി വാപ്പാക്കാടെ മകള് സോഫിയ, ആ. പിന്നെ ഷർഫുന്നീസ ഇവിടെ CP അദ്വാക്ക ഉണ്ടല്ലോ ഇവിടെ അത്തിപ്പറ്റ, അതെ അതെ അതെ. അദ്ദേഹത്തിന്റെ മകള് ഷർഫുന്നീസ കുറച്ച് കല ഒരു മറ്റേ സാഹിത്യ അഭിരുചിയുള്ള ആളാണ്. കവിത ഒക്കെ അതെ കവിത ഒക്കെ എഴുതുന്ന ആളാണ്. ഈ 3 പേരാണ്. അപ്പൊ അന്ന് ഞങ്ങളെ ക്ലാസ്സിൽ ഞങ്ങൾക്ക് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നിട്ടാ. കാരണം അവിടെ ഒരു സ്ക്രീനൊക്കെ വെച്ച് ശരി ശരി. അല്ല അന്ന് അന്ന് അത്രയും ഇതില് സ്ട്രിക്റ്റ് ആയിട്ട് പിന്നെ സ്ഥാപനം കൊണ്ടുവന്നിരുന്നു. നമ്മളൊരു കുറ്റായിട്ട് പറയല്ല. അല്ല അല്ല അല്ല. പിന്നെ വേറെ ഒരു റുക്കിയ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെ മരിച്ചുപോയ കാലി സാഹിബിന്റെ ഭാര്യ ആസിയയുടെ അനിയത്തി സഫിയ, റംല, അത് ശരി. പിന്നെ വേറെ നസീർ, ഷെരീഫ്, അങ്ങനെ കുറച്ച് ആൾക്കാർ ഒക്കെ ഉണ്ടായിരുന്നു. തുടക്കത്തിലുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് പിന്നെ SLC ആയപ്പോ അങ്ങനെ കൊഞ്ഞു പോയിട്ട് പിന്നെ 3 ആളുണ്ടാവും. അത് ഞങ്ങളെ ആ ഒരു ഗ്രൂപ്പിന്റെ ഒരു ഫോട്ടോ ഉണ്ട്. അതിലും കാണാൻ അങ്ങനെ 3 പേര് മാത്രം. അതെ അതെ. ഫ്രണ്ടിൽ ഇരിക്കുന്ന അതിലൊരു ലേഡി ടീച്ചറും ഉണ്ട്. ആ ലേഡി ടീച്ചർ ആരാണെന്നുള്ള എനിക്ക് ഓർമ്മയില്ല. ഒരു ടീച്ചർ ആണോ അറിയില്ല. നിങ്ങള് നിക്കുന്നതില് അല്ല അത് പിന്നെ ശരി. പിന്നെ പോയി ഉണ്ടായിരുന്നു. ആശ ടീച്ചർ ഉണ്ടായിരുന്നു. ആശ ടീച്ചർ പിന്നീട് മലപ്പുറം കോളേജിലെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് ഹെഡായിട്ട്. ശരി ശരി. പിന്നെ അവിടെ അന്ന് ഓഫീസിൽ സഹായൊക്കെ ആയിട്ട് ഇബ്രാഹിം മൗലവി ഇതേപോലെ കൂടെ ഉണ്ട്. ഇവിടെ പിന്നെ വേറൊരു വാർഡന് പിന്നെ കക്കാട് എന്നുള്ള ഒരു മുഹമ്മദ് സാർ വാർഡനായിട്ടുണ്ട്. അദ്ദേഹം ഞങ്ങളെ പിന്നെ വിളിച്ചുണർത്തിയിരുന്നതും ഒക്കെ. നമ്മള് സമയം പറഞ്ഞ ഏത് സമയമാണെങ്കിലും ചിലപ്പോ പെട്ടെന്നൊക്കെ നമ്മളെ കുക്ക് വരാത്ത പ്രശ്നം, അതുപോലെ കുക്ക് ഒരിക്കൽ പോയ പ്രശ്നമൊക്കെ ഉണ്ട് പെട്ടെന്ന്. ആ സമയത്തൊക്കെ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ എല്ലാരും കൂടി ആണ് ഭക്ഷണം ഉണ്ടാക്കിയിരുന്നതും. അന്ന് പാത്രങ്ങളൊക്കെ നമ്മളൊരു ഒന്നായിട്ട് എല്ലാരും കൂടി പാത്രങ്ങളൊക്കെ കഴുകി ഭക്ഷണം ഉണ്ടാക്കി. അതൊക്കെ രസമായിരുന്നു. പ്രതിസന്ധി ടിന്നില് വടിമ വെച്ച് കെട്ടിയിട്ട് കുഞ്ഞാമാക്കാന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന കുക്ക് പ്രയാസം ഉണ്ടായിരുന്നു. പിന്നെ അന്ന് വേറൊരു ഞാൻ ഓർക്കണതേ, അന്ന് നമ്മളിപ്പോ ഇതില്ലല്ലോ, ജനറേറ്റർ ഇല്ല, ഇൻവേർട്ടർ ഇല്ല, ഒന്നുമില്ല. പക്ഷെ പഴയ പെട്രോമാക്സ് ഉണ്ടായിരുന്നു. ഇവര് ചില ആൾക്കാരെ അത് ഒന്നിച്ചാണ് പാളും, കത്തുമ്പോ ഒന്നിച്ചാണ് പാളും. എന്നിട്ട് പിന്നെ അത് അടിച്ചടിച്ചടിച്ചിട്ട് അതിന്റെ മാൻഡില് ഓരോ ദിവസം മാറ്റിക്കൊണ്ടിരിക്കണം. പിന്നെ നമ്മളിത് പിന്നെ സമയം പോകാൻ വേണ്ടിട്ട് ആരെങ്കിലും മാൻഡില് കേട്ട് വരുത്തി വെച്ചിട്ടുണ്ടോ? അപ്പൊ എന്താ വെച്ചാല് പഠന സമയം ഒന്ന് കുറഞ്ഞു കിട്ടാൻ വേണ്ടിട്ട് മാൻഡിൽ എന്ത് ചെയ്യും, ചോളം ചാടിയ അതായത് ഇരുട്ടത്തിരിക്കാൻ വേണ്ടിട്ട് പഠിക്കണ്ടല്ലോ. വേറെ സംഭവം കൂടി ഞാൻ ഓർക്കണേ പറയുന്നത് എന്താ പറയാ, അവിടെ ഭയങ്കര കാടായിരുന്നു. അപ്പൊ പോവാൻ ആൾക്കാർക്ക് പേടിയായിരുന്നു. പക്ഷെ ഞങ്ങളെ ചാവക്കാട് നിന്ന് റഷീദ് ഉണ്ടായിരുന്നു. ഇവൻ ഭയങ്കര ഒരു ധൈര്യവാനായിരുന്നു. ഓനെന്ത് ചെയ്തു, ആരോ ഒരാളൊരു ടവൽ അവിടെ കൊണ്ടുപോയിട്ട് ഒളിപ്പിച്ച് വെച്ച് വെച്ച് പൊറാട്ടക്കൊക്കെയാണ് പറ്റിയേക്ക പൊറാട്ട. അങ്ങനെ പോയിട്ട് അത് എടുത്തോണ്ടിരുന്നു. അങ്ങനെ ആരോ ഒരാളെ പോയിട്ട് എടുത്തോടുന്നത് ഈ ഗവൺമെന്റ്. എല്ലാവർക്കും പേടിയായിരുന്നു. ആ ഭാഗം അങ്ങനെ ഭയങ്കര ഒരു കാട് പിടിച്ച് കിടക്കുന്നത്. ഇപ്പറ്റൊക്കെയാണ് പോകുന്നിടത്ത് ഒരു ചെറിയ നിസ്കര പള്ളി, അവിടെ തോടുണ്ടല്ലോ, അവിടെ എല്ലാരും കുളിക്കാൻ വേണ്ടിട്ട് ഇപ്പോഴും ഞങ്ങള് ഇവിടെ വന്നാൽ ഇടക്ക് വന്നാല് അതൊന്നും ഒരു എന്താ പറയാ ഒരു സ്മരണകളായവർക്കാൻ വേണ്ടി അവിടെ ഒന്ന് പോകാറുണ്ട്. ഈ വരുന്ന ഓഗസ്റ്റ് 9 ഇർസ നടത്തുന്ന മെഗാ അലുമിനിയം മീറ്റ് ഇവിടെ IRS വെച്ച് തന്നെ നടക്കുന്നതാണ്. അതിനോടനുബന്ധിച്ചാണ് നമ്മൾ പഴയ കാലങ്ങളുടെ ആൽബങ്ങൾ എടുത്തു നോക്കുന്നതും അതിൻ്റെ താളുകൾ മറിക്കുന്നതും. നമുക്കെല്ലാം ഒന്നിച്ച് അതിൻ്റെ താളുകളിലൂടെ സഞ്ചരിക്കാം. സ്നേഹം.